കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജെയിനമ്മയെ കാണാതായ കേസിൽ അന്വേഷണം പ്രതിസന്ധിയിൽ. DNA ഫലം ലഭിക്കാത്തതിനാൽ കുറ്റപത്രം സമർപ്പിക്കുന്നതടക്കമുള്ള നടപടികളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. കേസിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത സെബാസ്റ്റ്യൻ റിമാൻഡിലാണ്. ഏറ്റുമാനൂർ സ്വദേശി ജയനമ്മ തിരോധാന കേസിൽ കഴിഞ്ഞ ജൂലൈ 29-നാണ് കൊലപാതക കുറ്റം ചുമത്തി സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്തത്. പള്ളിപ്പുറത്തെ പുരയിടത്തിൽ നിന്ന് ലഭിച്ച അസ്ഥികഷ്ണങ്ങൾ ജയനമ്മയുടേതെന്ന് സ്ഥിരീകരിക്കുന്നതിനായി ബന്ധുക്കളുടെ DNA സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. എന്നാൽ കൊലപാതക കേസിൽ ഏറ്റവും നിർണായകമായ DNA പരിശോധനാ ഫലം ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലാബിൽ 1.5 മാസം മുമ്പാണ് സാമ്പിളുകൾ കൈമാറിയത്. സ്വാഭാവിക കാലതാമസമെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുമ്പോഴും ഫലം ലഭിക്കാത്തത് കേസിന്റെ തുടർ നടപടികളെ ബാധിച്ചു. കുറ്റപത്രം അടക്കമുള്ള നടപടികൾ ഇഴയുകയാണ്. അതേസമയം പ്രതി സെബാസിന്റെ ചേർത്തലയിലെ വീട്ടിൽ നിന്ന് ലഭിച്ച രക്തക്കറ ജയനമ്മയുടേതെന്ന് സ്ഥിരീകരിക്കുന്ന പരിശോധനാ ഫലം നേരത്തെ ലഭിച്ചിരുന്നു. പ്രതിയെ 20 ദിവസത്തോളം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിട്ടും കാര്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നില്ല. 2024 ഡിസംബർ 23 മുതലാണ് ജയനമ്മയെ കാണാതായത്. ബിന്ദു പത്മനാഭൻ, ആയിഷ, സിന്ധു എന്നീ സ്ത്രീകളുടെ തിരോധാനവുമായും സെബാസിന് പങ്കുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. മീഡിയ 1 കോട്ടയം.